പഹൽഗാം ആക്രമണത്തിൽ ഹമാസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. കാരണം NIAയുടെ അന്വേഷണത്തിൽ പഹൽഗാം ആക്രമണത്തിൻ്റെ പിന്നിൽ ഹമാസിൻ്റെ പങ്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനൊരു സംശയം വരാനുള്ളൊരു കാരണങ്ങളിൽ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഹൽഗാം ആക്രമണം നടക്കുന്നതിന് മുൻപ് അസിം മുനീർ, പാകിസ്ഥാൻ്റെ അസിം മുനീർ പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള കാശ്മീരിൽ ചെന്നിട്ട് അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ, അവിടെ നടത്തിയ യോഗത്തിലും ആര് പങ്കെടുത്തിട്ടുണ്ട്? ഹമാസിൻ്റെ പ്രതിനിധികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഹമാസിന് സമ്പൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ്റെ ഒരു നിലപാട് അതാണ്. അവരൊരു പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർക്ക് ഈ പലസ്തീൻ്റെ വിമോചനത്തിന് ഹമാസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ബാക്കി അങ്ങനെ ഒരു രാജ്യവും അങ്ങനെ കൊടുക്കുന്നില്ല. കാരണം ഹമാസിനെ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുമില്ല, ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ. പക്ഷേ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെയുള്ളൊരു സമീപനം എടുത്തിട്ടുള്ള ഒരു രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അതിൻ്റെ കാരണങ്ങളുണ്ട്, അതിൻ്റെ മെച്ചവും കാണും. കാരണം പാകിസ്ഥാൻ ഇപ്പം പാകിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യമായി മാറി. കാരണം ആഭ്യന്തര കലാപങ്ങൾ ഭീകരമാണ്. അവിടെ ബലൂചിസ്ഥാൻ പോകുന്നു, അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റാവൽപിണ്ടി പ്രദേശങ്ങൾ പോകുന്നു, ഇങ്ങോട്ട് വന്നാൽ പിന്നെ പഴയ പഞ്ചാബിൻ്റെ പ്രദേശങ്ങളിലും കലഹം, എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ക്രമസമാധാനം അവിടെ ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ്, കാരണം അവിടെ ഒരു അജ്ഞാതൻ കൊല്ലുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ ഈ അജ്ഞാതൻ ആരാണെന്നോ ആ കൊലപാതകത്തെക്കുറിച്ചൊരു അന്വേഷണം പോലും അവിടെ നടക്കുന്നില്ല. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത്. പാകിസ്ഥാൻ ചെലവും കൊടുത്ത് വളർത്തിയിരുന്ന തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട നേതാക്കളാണ് അവിടെ കൊല്ലപ്പെടുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനോ ഈ അജ്ഞാതൻ എന്താണെന്ന് കണ്ടെത്താനോ കഴിയാത്ത വിധത്തിൽ അവിടുത്തെ പോലീസ് സേനയും കുറ്റാന്വേഷണ വിഭാഗവും നിർവീര്യമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവിടെ ഇപ്പം ആരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആർക്കും ഉത്തരമില്ല. മതപൗരോഹിത്യം വളരെ ശക്തമായിട്ടുണ്ട്, പട്ടാള വിഭാഗം വളരെ ശക്തമായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇടയ്ക്കൊരു ജനാധിപത്യവും കൂടി ഉണ്ടെന്നല്ലാണ്ട് ആ ജനാധിപത്യം സമ്പൂർണ്ണമായും ജനാധിപത്യ രീതിയല്ല. അസിം മുനീർ തന്നെയാണ് ഭരിക്കുന്നത്, പട്ടാള മേധാവി. അത് അസിം മുനീറാണ്. മുഴുവൻ അസിം മുനീറിൻ്റെ കീഴിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാൻ്റെ കുറേ പ്രദേശങ്ങളുടെ മേധാവി അസിം മുനീറാണ്. ബലൂചിസ്ഥാനിൽ അസിം മുനീറിന് പോകാൻ പറ്റുമോ? ഇല്ല, പോകില്ല. പിന്നെ പഴയ അഫ്ഗാനിസ്ഥാൻ്റെ ആയ പ്രദേശത്ത് ചെല്ലാൻ പറ്റുമോ? പഷ്തൂണിസ്ഥാൻ ചെല്ലാൻ പറ്റുമോ? ഇല്ല, ചെല്ലാൻ പറ്റില്ല. അങ്ങനെ പല പ്രദേശങ്ങളിൽ അസീം മുനീറിന് ബാലികേറ മലകൾ ഒരുപാടുണ്ട്. ആ ഇസ്ലാമാബാദിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അസീം മുനീറിന് ചെയ്യാം. ആ ഇസ്ലാമാബാദിലാണ് അജ്ഞാതൻ വിലസിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഈ സക്കാത്ത് വാങ്ങിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ പെടുന്നവർ കൊണ്ട് തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ മുഴുവൻ പിന്തുണയ്ക്കേണ്ട ബാധ്യത പാകിസ്ഥാനുണ്ട്. പഴയതിൽ നിന്നും വളരെ കൂടുതലാണ്. ലഷ്കർ ഇ തോയിബ മാത്രമല്ല, ഈ ഹമാസ് അടക്കമുള്ള ചെറിയ ഗ്രൂപ്പുകളെയും അവർക്ക് പിന്തുണയ്ക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം അവിടെ നിന്നും ചില്ലറ കിട്ടുന്നു എന്നുള്ളതാണ്. എവിടെ നിന്ന് ചില്ലറ കിട്ടുന്നുവോ അവരെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ചില്ലറ മേടിച്ച് കഴിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശരിയാണ്, പഹൽഗാം ആക്രമണത്തിൻ്റെ പിന്നിലേക്ക് നമ്മൾ അന്വേഷണം നീളുമ്പോൾ അത് ചെന്ന് ഹമാസിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഹമാസിനാണെങ്കിൽ ഇന്ത്യയോടൊരു വളരെ വലിയ അസ്വസ്ഥതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന് കൊടുക്കുന്ന പിന്തുണയാണ്. ഇസ്രായേലിനെ ആര് പിന്തുണച്ചു കഴിഞ്ഞാലും അവർ ശത്രുക്കളാണെന്നാണ് പറയുന്നത്. അതിനൊരു വാക്ക് രൂപീകരിച്ചിട്ടുണ്ട്, സയണിസം എന്ന് പറഞ്ഞിട്ട്. അവൻ സയണിസ്റ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന് മാപ്പില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഒരുത്തനെ സയണിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവനെ കൊല്ലാം എന്നാണ് ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സയണിസ്റ്റായിരിക്കുന്ന ഈ ഇസ്രായേലിനെ പിന്തുണക്കുന്നവരാണ് ഇന്ത്യക്കാർ. അവരുമായിട്ട് സൈനിക സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇന്ത്യ. അവരുമായിട്ട് സാമ്പത്തിക കരാറുണ്ട് ഇന്ത്യക്ക്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇന്ത്യയും അവരുടെ ശത്രുവാണ്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒതുക്കുക, ഇന്ത്യയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം
പാകിസ്ഥാനോടൊപ്പം തന്നെ ഹമാസിനും ഉണ്ട്. ആ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് അവരിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിത് ചെയ്തേ പറ്റൂ. കാരണം ഇത് ഇങ്ങനെ ഒരു അവസരമാണ്, ആ അവസരത്തിൽ വെച്ച് കൊല്ലാം എന്നാണ് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ബലമായ സംശയം എന്ന് പറഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ഇവരുമുണ്ട്. അതുകൊണ്ടാണ് മതം ഒരു ചിഹ്നമാക്കി എടുത്തുകൊണ്ട് ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാജ്യം വേണ്ടേ പറയേണ്ടത്, അല്ല, തുണി പൊക്കി നോക്കിയിട്ടാണ് ആളുകളെ കൊന്നത്. സുന്നത്ത് കഴിച്ചവനാണെന്നുണ്ടെങ്കിൽ വേണ്ട, കലിമ ചൊല്ലുന്നവൻ വേണ്ട. ഈ കലിമ വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. കലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ബേസിക് സാധനമാണ്. ആ ബേസിക് സാധനമാണ് ചൊല്ലുന്നത്. അത് ചൊല്ലാത്തവനെ മുഴുവൻ കൊല്ലാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, കലിമ ചൊല്ലാത്തവരെ മുഴുവനും കൊല്ലാമെന്ന്. പ്രവാചകൻ നടത്തിയേക്കണ യുദ്ധകാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്, കലിമ ചൊല്ലാത്തവനെയൊക്കെ കൊന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ പ്രവാചകൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് പ്രവാചകൻ മഹാനാണെന്ന് അവരിടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രവാചകൻ ചെയ്യാത്ത ഒരു കാര്യവും ഇപ്പോഴത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളും ചെയ്യുന്നില്ല. അതാണ് രസകരമായ കാര്യം. അതുകൊണ്ടാണ് ഇവർ വന്നിട്ട് നേരെ തുണി പൊക്കി നോക്കിയിട്ട് ഇവൻ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയും ഇവന് കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം ആളുകളെ കൊന്നത്. അതെ, കലിമ ചൊല്ലാൻ എന്ന് പറഞ്ഞാണ്. കലിമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക മതവിശ്വാസത്തിലുള്ള ഒരുവൻ്റെ എന്താ പ്ലഡ്ജാണ്, അവൻ്റെ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ചൊല്ലാണ്. എന്നുവെച്ചാൽ ഇത് അല്ലാഹു ആണ് പരമദൈവം, അല്ലാഹുവിൽ, അന്ത്യപ്രവാചകനിൽ, അന്ത്യവിധിയിൽ, ഖുറാനിലൊക്കെ ഉള്ള വിശ്വാസം എടുത്ത് പറയുന്നതാണ് കലിമ. അപ്പോൾ അതിൽ വിശ്വസിക്കാത്തവനെയൊക്കെ കൊല്ലാമെന്ന ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് ആളുകളെ കൊന്നതാണ് പഹൽഗാം. അതെ. അപ്പോൾ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രം തന്നെയാണ്. അതൊരു ജനാധിപത്യ രാജ്യമല്ല. അതൊരു ആധുനിക രീതിയിലുള്ളൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു ഉദാരമായ മതസമീപനം പുലർത്തുന്ന ഒരു രാജ്യമല്ല. വളരെ നിഗൂഢമായ ലക്ഷ്യങ്ങളോട് കൂടിയ ഇടുങ്ങിയ മതബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രാജ്യം ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ തകർന്നു പോകും. അത്തരം തകർച്ച ഇപ്പോൾ പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ തകരുന്നതിൻ്റെ കാരണം അതാണ്. അത്തരം തകർച്ച ഉണ്ടാകും. ആ തകർച്ച പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് പാകിസ്ഥാൻ കിടന്ന് വിഷമിക്കുന്നത്. പാകിസ്ഥാൻ വിഷമിക്കുന്നുണ്ട്. അവരുടെ ജീവിതമൊക്കെ ദയനീയമാണ്, അവിടുത്തെ മനുഷ്യരുടെ ജീവിതം. അല്ല, എന്നാൽ അത് ദയനീയമാകാതെ എങ്ങനെ ഇരിക്കും? ഒരു രാജ്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആ രാജ്യം വളരണമെന്നല്ല, അയൽ രാജ്യം നശിക്കണമെന്നാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർ മുഴുവനും ഈ തൊട്ട അയൽരാജ്യമായ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സൈനിക അഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? പിന്നെ എങ്ങനെ അവർ ചൊവ്വാകും? അപ്പോൾ അവിടുത്തെ ജീവിതം ദയനീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫലഭൂയിഷ്ടമായ പ്രദേശം കിട്ടിയേക്കുന്നത്, വലിയ തുറമുഖങ്ങൾ കിട്ടിയേക്കുന്നത്, ഇതൊക്കെ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഒന്ന് മതാധിപത്യവും രണ്ട് സൈന്യാധിപത്യവും നിൽക്കുകയാണ്. ജനാധിപത്യം ഇല്ല. ജനാധിപത്യം ഇടയ്ക്ക് എത്തി നോക്കാൻ വരികയും ആ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനെ കൊല്ലുകയും ചെയ്യുന്നൊരു സംസ്കാരമാണ് പാകിസ്ഥാനിൽ വന്നിരിക്കുന്നത്. അത് ചോരയിൽ പണിതുയർത്തിയ ഒരു രാജ്യമാണ്. ഹിന്ദുക്കളുടെ ചോരയിൽ പണിതുയർത്തിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതാരും പറയില്ല ഇപ്പോൾ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം തകരും എന്ന് പറഞ്ഞ്. വസ്തുത അതാണ്. സുഹ്രവർദി നടത്തിയ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന വംശഹത്യയെക്കുറിച്ച് ആരും പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം തകരും എന്നാണ് പറയുന്നത്. അത് പറഞ്ഞാൽ, പക്ഷേ സുഹ്രവർദി ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമികമല്ല എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഇസ്ലാമിൻ്റെ പേരിലാണ് സുഹ്രവർദി ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ഡയറക്റ്റ് ആക്ഷനിലൂടെ കൊന്നത്. അങ്ങനെ ഹിന്ദുക്കളുടെ ചോരയിൽ പണിതുയർത്തിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യം സ്വാഭാവികമായിട്ടും തകർന്ന് പോകും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യണത്? ലഷ്കർ ഇ തോയിബയുടെ കൂടെ, നിങ്ങളെന്തോ പാകിസ്ഥാൻ ആർക്കാരുടെ കൂടെയാണ്? ജയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദീൻ, താലിബാൻ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഇങ്ങനെ ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എല്ലാ തരത്തിൽപ്പെട്ട
ഈ തീവ്രവാദ സംഘങ്ങൾക്കും ഈ ആസ്ഥാനമായിട്ട് പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മാത്രമാണ് അതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാതയിലുള്ളത്. ബാക്കിയൊക്കെ തീവ്രവാദികളാണ്. ആ തീവ്രവാദി സംഘങ്ങൾക്കെല്ലാം അവിടെ ഇരിപ്പിടമുണ്ട്. പിന്നെ ഒസാമ ബിൻ ലാദൻ അവിടെയാണ്, ദാവൂദ് ഇബ്രാഹിം അവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അൽ ഖൈദ ലോകത്തെ വെല്ലുവിളിക്കുന്ന എല്ലാ തീവ്രവാദ സംഘങ്ങളും നേതാക്കൾക്കും അഭയസ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു രാജ്യം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് തകരുക തന്നെ ചെയ്യും. അപ്പോൾ അത് ഈ ഹമാസ് ഇപ്പോൾ തന്നെ കല്ലുമേൽ കല്ല് ശേഷിക്കാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഹമാസ് അവിടെ. പക്ഷെ ആ ഹമാസിനെ അവർ എടുക്കും. ഹമാസ് എന്നല്ല, ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘവുമായിട്ട് പാകിസ്ഥാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം തീർച്ചയായിട്ടും തകർന്നു പോകും. അപ്പോൾ ഹമാസിൻ്റെ ഈ ഒരു ബന്ധം കൂടി, ഇനി ഹമാസ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളവരുണ്ടോയെന്ന് അതും പരിശോധിക്കേണ്ടതാണ്. എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ വളരെ തീവ്രവാദികളുടെ ഒരു വലിയ ഹബ്ബായിട്ട്, ഒരു ഹാച്ചറി ഓഫ് ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് അതായിട്ട് പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായി തന്നെ ഇരിക്കേണ്ടി വരും.